പ്രിയമക്കളെ, ഞാൻ മോഹനൻ പിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളിൽ പലരും ആദ്യമായിട്ടായിരിക്കും ഹിന്ദി ഭാഷ പഠിക്കുന്നത്. അതിനാൽ 5ാം ക്ലാസ്സിലേക്കും ഹിന്ദി ഭാഷ പഠിക്കുന്നതിലേക്കും എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹിന്ദി ഒരു സിമ്പിൾ ഭാഷയാണ്, ഒരു സരള ഭാഷയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശാലമായ നമ്മുടെ രാജ്യത്തിൻ്റെ, ഭാരത രാജ്യത്തിൻ്റെ രാഷ്ട്രഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചത്. മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിയണം. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രഭാഷ മാത്രമല്ല ഹിന്ദി, മറിച്ച് നമ്മുടെ ഭരണം നടത്തുന്ന ഔദ്യോഗിക ഭാഷ കൂടിയാണ്, ഒഫീഷ്യൽ ലാംഗ്വേജ്. അതിന് ഹിന്ദിയിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? രാജകാജ് കർണേ കി ഭാഷ, രാജഭാഷ. അപ്പോൾ ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്, ഒപ്പം രാജഭാഷയും കൂടിയാണ്. ഇത്ര പ്രാധാന്യമുള്ള ഭാഷയാണ് ഹിന്ദി എന്നുള്ളത് കൊണ്ട് തന്നെ ഹിന്ദി അക്ഷരങ്ങൾ എഴുതാൻ പോലും പ്രത്യേക ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് എങ്ങനെ അക്ഷരങ്ങൾ എഴുതാമെന്നുള്ള പല വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ ഇതിനോട് ഒപ്പം ഇടുന്നതാണ്. നിങ്ങൾ ആ വീഡിയോകളൊക്കെ കാണാനും ശ്രമിക്കണം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്കും ഒരു നോട്ട്ബുക്കും അതുപോലെ തന്നെ ഒരു പേന അല്ലെങ്കിൽ പെൻസിൽ നമ്മുടെ കയ്യിൽ കരുതണം. ഒരു കാര്യം കൂടി, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അവരവരുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുകയും വേണം. നമുക്ക് പാഠപുസ്തകത്തിലെ 7ാമത്തെ പേജ് ഒന്നെടുക്കാം. അതിൽ 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും നിൽക്കുന്നുണ്ട്. ഒരു ബോർഡ് നമ്മൾ കാണുന്നില്ലേ? അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? നാം. നാം എന്ന് വെച്ചാൽ പേര്, അവരവരുടെ പേരെഴുതുക. രണ്ടാമത് കാണുന്നത് കക്ഷ, ക്ലാസ്. അവരവർ ഏത് ക്ലാസ്സിൽ ഏത് ഡിവിഷനിൽ പഠിക്കുന്നു എന്നെഴുതുക. മൂന്നാമത് കൊടുത്തിരിക്കുന്നത് സ്കൂള്, നമ്മളുടെ സ്കൂളിൻ്റെ പേര് എഴുതുക. അടുത്ത പേജിൽ നമ്മുടെ ഈ ക്ലാസ്സിലെ യൂണിറ്റ് തുടങ്ങുകയാണ്, ഇക്കായി ഏക്ക്. ആ പേജിൽ 2 പേജിലായി നമ്മളൊരു വലിയ ചിത്രമാണ് കാണുന്നത്. ആ ചിത്രത്തിൽ ഒരു സീനറിയാണ്. സൂര്യൻ ഉദിച്ചു വരുന്നു, പൂക്കൾ, മുട്ടുകളൊക്കെ പൂത്തു വരുന്നു, പൂക്കളിൽ തേൻ കുടിക്കാനായി ചിത്രശലഭങ്ങളും പൂമ്പാറ്റകളും ഒക്കെ വരുന്നു. അതുപോലെ തന്നെ ആകാശത്ത് മനോഹരമായ കാർമേഘങ്ങൾ പല വർണ്ണങ്ങളിൽ കാണുന്നു. ഒപ്പം അന്തരീക്ഷത്തിലൂടെ പക്ഷികൾ പറന്ന് കളിക്കുന്നു. അതിമനോഹരമായ പ്രകൃതിയുടെ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ആ പേജിൽ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. എന്താണത്? ദുലാരേ പൽ, പ്രിയപ്പെട്ട നിമിഷം. ഇത് നമുക്ക് പ്രിയപ്പെട്ട നിമിഷമല്ലേ? രാവിലെ എണീറ്റപ്പോൾ നല്ല ഒരു കാഴ്ച കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നിമിഷം തന്നെയാണ്. ഇങ്ങനെയുള്ള പ്രിയപ്പെട്ട നിമിഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇനി അടുത്ത പേജ് എടുത്താലോ? അടുത്ത പേജിൽ നമ്മൾ കാണുന്നത് അതിമനോഹരമായൊരു പ്രകൃതിയാണ് അല്ലേ? മരങ്ങളുണ്ട്, പക്ഷികൾ പറന്നു പോകുന്നു, കുട്ടികൾ സൈക്കിളിൽ വളരെ സന്തോഷത്തോടു കൂടി അല്ലേ ആർത്തുല്ലസിച്ച് സൈക്കിൾ ചവിട്ടിപ്പോകുന്നു. ഒപ്പം നോക്കൂ, പ്രകൃതിയിൽ കാറ്റ് വീശുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? ആ മരത്തിൽ നിന്ന് ഇലകൾ വീഴുന്നത് കാണുന്നില്ലേ? അപ്പോൾ പ്രകൃതിയിൽ ആ നല്ല ഇളം കാറ്റും വീശുന്നുണ്ട്. ഇനി ആ പേജിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഒരു കവിതയാണ്. ആ കവിതയുടെ പേരെന്താണ്? ധൂപ്പ് ആ ഗയി. ധൂപ്പ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? വെയിൽ. വെയിൽ വന്നു, ആ ഗയി വന്നു. വെയിൽ എപ്പോഴാണ് വരുന്നത്? സൂര്യൻ ഉദിച്ചു വരുമ്പോഴാണ് വെയിൽ വരുന്നത്. അപ്പോൾ ധൂപ്പ് എന്നുള്ളതിന് സൂര്യപ്രകാശമെന്നും അർത്ഥമുണ്ട്, വെയിലെന്നും അർത്ഥമുണ്ട്. ഇതാരാണ് ഈ കവിത എഴുതിയത്? തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, പ്രയാഗ് ശുക്ല. പ്രയാഗ് ശുക്ല. അപ്പോൾ നമുക്ക് എന്തെഴുതാം? പ്രയാഗ് ശുക്ല കി കവിത ഹേ ധൂപ്പ് ആ ഗയി. പ്രഭാത് ശുക്ല എഴുതിയ കവിതയാണ് ധൂപ്പ് ആ ഗയി.
ഇനി ആ കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം. धूप आ गई सुबह सुबह की कलियां प्यारी प्यारी महकी कलियां क्यारी क्यारी महकी कलियां इतनी सारी महकी. നമ്മൾ ഹിന്ദിയിലെ അക്ഷരങ്ങളൊന്നും പരിചയപ്പെട്ടിട്ടില്ല. ഈ വായിക്കുന്നത് കേട്ട് നമ്മൾ ആ ഓരോ അക്ഷരങ്ങളും കണ്ട് മനസ്സിലാക്കി വേണം എഴുതി പഠിക്കാൻ. ഇനി നോക്കാം. ധൂപ്പ് ആ ഗയി നമ്മൾ പഠിച്ചു. എന്താണ്? ആരാ വന്നത്? പ്രകാശം വന്നു, സൂര്യപ്രകാശം വന്നു. അതായത് സൂര്യൻ ഉദിക്കുമ്പോഴാണ് സൂര്യപ്രകാശം വരുന്നത്. എപ്പോഴാണെന്ന് നോക്കൂ. സുബഹ് സുബഹ് കി, സുബഹ് രാവിലെ, സുബഹ് സുബഹ് എന്ന് പറഞ്ഞാൽ അതിരാവിലെ. സൂര്യൻ എപ്പോഴാണ് ഉദിക്കുന്നത്? അതിരാവിലെയാണ് ഉദിക്കുന്നത്. അപ്പൊ രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ സൂര്യന്റെ പ്രകാശം വന്നു. അതെങ്ങനെയാ പറയുന്നത്? സുബഹ് സുബഹ് കി ധൂപ്പ് ആകയി. അതിരാവിലെ വെയിൽ വന്നു, അതായത് സൂര്യപ്രകാശം വന്നു, സൂര്യൻ ഉദിച്ചു. നമ്മളൊക്കെ സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നത് കണ്ടാണോ ഉണരുന്നത്? ഇനി അടുത്ത വരിയിൽ എന്താണ്? കലിയാം പ്യാരി പ്യാരി മഹുക്കി. കലിയാം പ്യാരി പ്യാരി മഹുക്കി. പ്യാരി പ്യാരി മഹുക്കി. മഹുക്കി മണം, നല്ല മണം. എന്തിനു മണമാണ്? പ്യാരി പ്യാരി, പ്രിയപ്പെട്ട മണം. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട മണം തരുന്നു. ആരാണ്? കലിയാം. കലി പൂമൊട്ട്, അതിൻ്റെ ബഹുവചനമാണ് കലിയാം, പൂമൊട്ടുകൾ, ബഡ്സ്. പൂമൊട്ടുകൾ എന്താണ് തരുന്നത്? നമുക്ക് പ്രിയപ്പെട്ട മണമാണ് പൂമൊട്ടുകൾ തരുന്നത്. പൂമൊട്ടുകൾ മണം തരണമെങ്കിൽ എന്തു വേണം? പൂമൊട്ടുകൾ വിരിയാൻ തുടങ്ങണം. വിരിയണമെങ്കിൽ ആര് വേണം? സൂര്യൻ വരണം. അപ്പൊ പൂമൊട്ടുകളുടെ കണ്ണ് തുറപ്പിക്കുന്നത് ആരാണ്? സൂര്യനാണ്. പഴമക്കാർ പറയാറില്ലേ, പുറം കണ്ണ് തുറപ്പിക്കാൻ പുലർവേളയിൽ അംസുമാൻ. നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നത് പണ്ട് സൂര്യൻ ഉദിക്കണം. സൂര്യൻ ഉദിച്ചു വരുമ്പോഴാണ് നമ്മൾ ഉണരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് പൂമൊട്ടുകൾ ചെയ്യുന്നത്? പൂമൊട്ടുകൾ അവയുടെ അവയുടെ ഉള്ളിലുള്ള മനോഹരമായ മണം അത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്, വ്യാപിപ്പിക്കുകയാണ്. എന്നിട്ടോ കലിയാം ക്യാരി ക്യാരി മഹ്കീം. ക്യാരി, ക്യാരി എന്ന് വെച്ചാൽ പൂത്തടം, ഈ ചെടികളുടെ തടം. ചെടികൾ നടുന്ന ആ തടമാണ് ക്യാരി. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പൂച്ചട്ടികളിൽ നടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാരി എന്ന് പറയുന്നത് പൂച്ചട്ടിയാണ്. ഈ പൂമുട്ടുകൾ അവയുടെ മണം പുറത്തേക്ക് വമിപ്പിച്ചിട്ട് എവിടെയാണ്? അതിൻ്റെ തടം പോലും മണക്കുന്നു. നമ്മൾ പറയില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ടാം ഒരു സൗരഭ്യം. അതുപോലെ ഈ പൂമുട്ടുകളുടെ മണം അതിൻ്റെ ചുവട്ടിലുമെത്തി, അതിൻ്റെ ചെടിയുടെ തടത്തിലുമെത്തി. ആ തടം പോലും മണക്കുന്നു. എന്താ വരിയോ? കലിയാം ഇത്തിനി സാരി മഹുക്കി. ഇത്തിനി സാരി, വളരെ അധികം, വളരെയെല്ലാം, ഒരുപാട്, സോമിനി അല്ലെ, സാരി ഫുൾ ഓഫ്, മുഴുവനും. അപ്പൊ ഈ പ്രദേശം മുഴുവനും, ആ പരിസരം മാത്രമല്ല, അതിൻ്റെ ചുവട് മാത്രമല്ല, എവിടെയും ഈ പൂമുട്ടുകൾ എന്താണ് പരത്തുന്നത്? മഹുക്കീം, മണക്കുന്നു, മണം പരത്തുന്നു. ഇത് നിങ്ങൾ പലതവണ വായിച്ചു പഠിക്കണം. ഇനി അടുത്ത വരികളൊന്ന് വായിച്ചു നോക്കാം. हवा बह रही ठंडी ठंडी, घूम रही वह बहकी उड़ती उड़ती आईं चिड़ियां, फुदक फुदक कर वे भी चहकी. എന്താണ്? ഹവ ബഹ് രഹി ठंडी ठंडी. ठंड എന്ന് പറഞ്ഞാൽ തണുത്ത. ठंडी ठंडी, വളരെ തണുത്ത. ഹവ, ഹവ കാറ്റ്. ബഹ്രഹി, വീശുന്നു, ഒഴുകുന്നു. ബഹ്ന എന്ന് വെച്ചാൽ ഒഴുകുക എന്നാണ്. ബഹ്രഹി, ഇവിടെ ഒഴുകുന്നു, കാറ്റ് ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ് വീശുന്നു. അപ്പൊ സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ മണം പരത്തുന്നത്, ആ
പൂമുട്ടുകൾ വിരിഞ്ഞ് അവയുടെ മണം അവിടൊക്കെ പരത്തുന്നത് ആരാണ്? ഈ ചെറിയ ഇളം കാറ്റ് വീശുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ മണം അനുഭവപ്പെടുന്നത്, അല്ലേ? അപ്പൊ കാറ്റ് എന്താ ചെയ്യുന്നത്? ഹവാ ബഹുരഹി ടണ്ടി ടണ്ടി, കാറ്റ് നല്ല തണുത്ത ഇളം കാറ്റ് വീശുന്നു. ഘൂമരഹി ബഹ് ബഹുക്കി ബഹുക്കി, ഘൂമരഹി, ഘൂമിന ചുറ്റിക്കറങ്ങുക, ചുറ്റി സഞ്ചരിക്കുക, ചുറ്റിയടിക്കുക. അത് ചുറ്റിയടിക്കുന്നു. വഹ്, അത് വ ഘൂമരഹി, ആരാണ് ആ ചുറ്റിയടിക്കുന്ന ആള്? കാറ്റ്. തൊട്ടു മുമ്പ് പറഞ്ഞു ഹവ. ഹവ ബഹ് എന്ത് ചെയ്യുന്നു? ബഹ് ഘൂമരഹി, അതിങ്ങനെ ചുറ്റി അടിക്കുന്നു. എങ്ങനെയാണെന്നറിയാമോ? ബഹുക്കി ബഹുക്കി, ബഹ് നേരത്തെ വന്ന വാക്കാണ്, ഒഴുകുക. അതിങ്ങനെ എല്ലായിടവും ഒഴുക്കി ഒഴുക്കി ഒഴുകി ഒഴുകി നടന്ന് തെന്നി തെന്നി മാറി ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പൊ എല്ലായിടവും ഇളം കാറ്റ് വീശുന്നു എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അടുത്ത വരിയോ? ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ചിടിയാം പക്ഷികൾ, ബേർഡ്സ്. ആയി എത്തിച്ചേർന്നു. എങ്ങനെയാണ്? ഉടുത്തി ഉടുത്തി, ഉടിന പറക്കുക. ഉടുത്തി ഉടുത്തി, പറന്ന് പറന്ന് ആയി വന്നു. ആരാ വന്നത്? ചിടിയാം. ചിടിയ ഏകവചനമാണ്, ചിടിയാം ബഹുവചനമാണ്. അപ്പൊ ആരാണ് ഈ മണവും കാറ്റും സൂര്യപ്രകാശവും ഒക്കെ കണ്ടപ്പോൾ പറന്ന് പറന്ന് വന്നത്? പക്ഷികൾ. എങ്ങനെയാണ്? ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. അവ വന്ന് എവിടെ വന്നു? തറയിൽ വന്നിരുന്നു. എന്നിട്ട് അടുത്ത വരി പറയുന്നത് എന്താണ്? ഫുദക്ക് ഫുദക്ക് കർ വേ ഭീ ചഹുക്കീം. വേ ഭീ, അവയും. അവയാരാണ്? ചിടിയാം, ആ പക്ഷികളും എന്ത് ചെയ്തു? ചഹുക്കീം. ചഹുക്കിന എന്ന് വെച്ചാൽ പക്ഷികളുടെ ചിലപ്പാണ്. പക്ഷികൾ, ഓരോ പക്ഷിയും അവരവരുടേതായ ശബ്ദം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇതൊക്കെ കണ്ട് വന്നിരിക്കുന്ന പലതരത്തിലുള്ള കിളികൾ, പക്ഷികൾ അവിടെ വന്നു. ആ പക്ഷികളൊക്കെ ആ ഭൂമിയിലോട്ട് ഇരുന്നിട്ട് അവ എന്തോ ചെയ്തു? അവയുടെ ചിലച്ചു. വന്നിരുന്നത് മാത്രമാണോ? ഫുദക്ക് ഫുദക്ക് കർ, ഫുദക്കിനാന്ന് പറഞ്ഞാൽ ചാടുക, അല്ലേ? പക്ഷികളൊക്കെ ഓരോന്ന് തറയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓരോന്ന് കൊത്തിപ്പെറുക്കിയെടുത്ത് തിന്ന് അവയുടെ വയറ് നിറയുമ്പോഴാകാം, ഒരു പക്ഷേ ഒന്നും കിട്ടാഞ്ഞിട്ടാകാം, എന്തായാലും ശരി അവയും സന്തോഷം കൊണ്ട് എന്ത് ചെയ്യുന്നു? ചഹുക്കി, ചിലയ്ക്കുന്നു, അവയുടേതായ ശബ്ദം കേൾപ്പിക്കുന്നു. അങ്ങനെ പ്രകൃതി മുഴുവനും പൂക്കളുടെ മണവും സുഗന്ധം പരത്തുന്ന കാറ്റും പറന്നു വരുന്ന ചെടികളും കൊണ്ട് പ്രകൃതിയാകെ വളരെ സന്തോഷപൂരിതമായിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? അതിരാവിലെ എണീറ്റ് ഈ പ്രകൃതിയുടെ മനോഹാരിത കണ്ട് ആസ്വദിക്കണം. അപ്പോൾ നമുക്ക് ആ ആസ്വദിക്കുന്ന നിമിഷം എന്തായിരിക്കും? ഒരു ദുലാരേപ്പൽ ആയിരിക്കും, ഒരു പ്രിയപ്പെട്ട നിമിഷം തന്നെ ആയിരിക്കും. കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നത് എന്താണെന്ന് നോക്കൂ. മിൽക്കർ ഗായേ, നമ്മളെല്ലാവരും കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഈ കവിത നന്നായി പാടണം. ഇനി അടുത്ത പേജിൽ കുറച്ച് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് എന്താണ്? യഹ് കലീഹെ, ഇത് ഒരു പൂമൊട്ടാണ്. പൂമൊട്ടാണ്. എന്താ പറയുന്നത്? രംഗ് ഭരേ, നിറങ്ങൾ നിറയ്ക്കുക. ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ നമ്മൾ നിറയ്ക്കണം. ഓരോന്നിനും ഉചിതമായ നിറം നമ്മൾ നിറയ്ക്കണം. അപ്പോൾ ഇത് നല്ല മനോഹരമായ ഒരു പൂമൊട്ടായി നമുക്ക് തോന്നണം. ഇലയുണ്ട്, മൊട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട നിറം കൊടുത്ത് എന്ത് ചെയ്യണം? താഴെ പറയുന്നു ഇതൊരു കലിയാണ്, പൂമൊട്ടാണ്. പൂമൊട്ടിന് ഉചിതമായ നിറം നമ്മൾ കൊടുക്കുക. രണ്ടാമത് പറയുന്നത് എന്താണ്? ചിടിയാഹെ, നമ്മൾ പറഞ്ഞത് ചിടിയാം. കണ്ടില്ലേ? പക്ഷികൾ. ഇവിടെ സിംഗുലറാണ്, ഏകവചനമാണ്. എന്താ പറയുന്നത്? ചിടിയ. മറ്റേടത്ത് പറഞ്ഞത് കലിയാം എന്നാണ് പറഞ്ഞത്. ഇവിടെ കലി. കണ്ടോ? ഏകവചനമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു പക്ഷിക്ക് നമുക്ക് ചേരുന്ന തരത്തിലുള്ള നിറങ്ങൾ കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നിറങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നു. നമുക്കറിയാം ഒരുപാട് നിറങ്ങളുണ്ട്. നിങ്ങൾ പല നിറങ്ങളും, എല്ലാ നിറവും 7 നിറങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് നിറം മാത്രമേ നമ്മളെ പരിചയപ്പെടുത്തുന്നുള്ളൂ. എന്താണ്? നമ്മൾ എഴുതി പഠിക്കണം, നമുക്ക് പഠിക്കണം എന്നുള്ളത് കൊണ്ട്. ആദ്യം കൊടുത്തിരിക്കുന്നത് ഏത് നിറമാണ്? ലാൽ, ചുവപ്പ് നിറമാണ്, അല്ലേ? അത് റെഡ് കളറാണ്.
അല്ലേ? രണ്ടാമത് എന്താ പറയുന്നത്? ഹര. ഹര എന്ന് വെച്ചാൽ എന്താണ്? പച്ച നിറം, ഗ്രീൻ. അടുത്തത് കറുപ്പ് നിറമാണ്. കറുപ്പ് നിറത്തിന് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ? കാല. കാല. കാല എന്ന് വെച്ചാൽ ബ്ലാക്ക്, കറുപ്പ് നിറം. അടുത്തതോ നീല. നീലയാണ്. നീല എന്ന് പറഞ്ഞാൽ നീല നിറം. അതിനെന്താണ്? ബ്ലൂ കളർ. അടുത്ത പേജിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ശബ്ദ് പഹചാനേം, വാക്കുകൾ തിരിച്ചറിയുക. കവിതാമേം രേഖാങ്കിത് കരേം, അത് നമ്മൾ ആ കവിതാഭാഗത്ത് അടയാളപ്പെടുത്തണം. ഇതിൽ വന്നിരിക്കുന്ന വാക്കുകൾ ഏതാണെന്ന് നമ്മൾ കവിതാഭാഗത്ത് അടയാളപ്പെടുത്തണം. പിന്നെ ഒരുപക്ഷെ അതിൽ തന്നിരിക്കുന്ന നിറമുള്ള പെൻസിൽ വെച്ച് അടയാളപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതൊക്കെ നമ്മുടെ കലാവാസനയനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പം ആദ്യം പറയുന്നത് എന്താണ്? കലിയാം. കണ്ടോ? കവിതയിൽ എവിടെയാണ് തന്നിരിക്കുന്നത് മനസ്സിലായല്ലോ. അടുത്തത് ക്യാരി. ക്യാരി, അതും കവിതയിൽ എവിടെയാണ് നമ്മൾ കണ്ടല്ലോ. അടുത്തത് ഹവ. ഹവ, കാറ്റ്, അതും കണ്ടല്ലോ എവിടെയാണെന്ന്. അടുത്തത് ചിടിയാം, പക്ഷികൾ, അതും എവിടെയുണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ. അടുത്തത് ധൂപ്പ്, വെയിൽ, അതും എവിടെയാണെന്ന് കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ പലതവണ കാണാൻ ശ്രമിക്കണം. കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈ പാഠഭാഗം മാത്രമല്ല ഹിന്ദി ഭാഷ പോലും വളരെ എളുപ്പമായി നമുക്ക് തോന്നും. ഇതുപോലെ മറ്റ് പാഠങ്ങളുടെയും വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, എല്ലാം കാണണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവരവരുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എഴുതാൻ മറക്കരുത്. നമുക്ക് മറ്റ് വീഡിയോകളുമായി കാണാം. നന്ദി, നമസ്കാരം.